ഓക്കെ, ഹലോ എവരി വൺ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ വിചാരിക്കുന്നു, നമ്മുടെ ഓരോ സബ്ജക്റ്റിൻ്റെയും ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ചെയ്യാൻ വിചാരിച്ചിട്ട് വന്നതാണ്. ഓരോ ബ്ലോക്ക് നമുക്ക് നോക്കാം, എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കി വെക്കാൻ ആദ്യം ഞാൻ നോക്കുന്ന MMPC 14 ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഓക്കെ, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനകത്ത് എല്ലാ പ്രാവശ്യമുള്ള പോലെ 5 ബ്ലോക്കുണ്ട്. ബ്ലോക്ക് 1 പറയുന്നത് ഒരു ഇൻട്രൊഡക്ഷനാണ്. എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഫിനാൻസിനെ, നമ്മുടെ കയ്യിലിരിക്കുന്ന ഫണ്ടിനെ മാനേജ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്? ആവശ്യമുള്ള സമയത്ത് ഫണ്ട് കുറവായിരിക്കാനും പാടില്ല, എന്നാൽ അനാവശ്യമായിട്ട് കയ്യിൽ ഫണ്ട് വച്ചേക്കാനും പാടില്ല. ഈ 2 കാര്യങ്ങൾ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ 2 കാര്യങ്ങളാണ്. ആവശ്യമുള്ളപ്പോൾ ഷോർട്ടേജ് ഉണ്ടാവാൻ പാടില്ല, എന്നാൽ അനാവശ്യമായിട്ടും കയ്യിൽ പൈസ ഉണ്ടാവാനും പാടില്ല. രണ്ടും ഇല്ലാത്ത സ്ഥിതിയിൽ കൊണ്ടുപോകുന്നതിനാണ് മാനേജ്മെൻറ്റ് എന്ന് പറയാം. ഒരുപാട് ആസ്പെക്റ്റുകളുണ്ട്, ഒരുപാട് കുഞ്ഞും വലുതുമായ കാര്യങ്ങളുണ്ട്, ഒരുപാട് ഡിസിഷൻസ് അതിൻ്റെ അത് എടുക്കാനുണ്ട്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റിയൊക്കെ താഴെ പറഞ്ഞ് പോകുന്നുമുണ്ട്. ഇനി സെക്കൻഡ് യൂണിറ്റ്, ഇത് ഫസ്റ്റ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് പറയുന്നത് ടൈം വാല്യൂ ഓഫ് മണിയാണ്. വളരെ വലിയൊരു കോൺസെപ്റ്റാണ്. എന്ന് പറഞ്ഞാൽ ഫിനാൻസിനെ താങ്ങി നിർത്തുന്ന തന്നെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയാം. സിമ്പിളായിട്ട് പറഞ്ഞാൽ സമയം കടന്നു പോകുന്തോറും പണത്തിൻ്റെ മൂല്യം കുറഞ്ഞു വരുമെന്നാണ് പറയുക. പക്ഷെ അത് മനസ്സിലാക്കി എടുക്കാൻ ഒന്ന് ബുദ്ധിമുട്ടാണ്. അതായത് ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു 100 രൂപ കടം വാങ്ങാൻ. ഓക്കെ, നിങ്ങളിൽ നിന്ന് ഞാൻ 100 രൂപ കടം വാങ്ങിച്ചിട്ട് ഞാൻ നിങ്ങളോട് പറയാണ്, ഒന്നുകിൽ ഞാനിപ്പോൾ 100 രൂപ നാളെ തിരിച്ചു തരാം, ഇല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് ഇതേ 100 രൂപ ഞാൻ തിരിച്ചു തരാമെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഞാൻ ഈ 2 ഓപ്ഷൻ തന്നാൽ ഉറപ്പായിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഏത് തന്നെയായിരിക്കും? നാളെ തിരിച്ചു തരിക എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും നിങ്ങൾ നാളെ തിരിച്ചു തരുന്നതിനെ കൂടുതൽ ഇഷ്ടപ്പെട്ടത്? കാര്യം അതേ 100 രൂപ തന്നെയല്ലേ തിരിച്ച് കിട്ടുന്നത്. അത് എത്രയും വേഗം കിട്ടിയാൽ അത്രയും നല്ലത്. അപ്പോൾ എന്തില്ല, കാത്തിരിപ്പ് എന്ന് പറയുന്നൊരു സാധനമില്ല നാളെ തന്നെ കിട്ടുകയാണെങ്കിൽ. രണ്ടാമത്തത്, ഒരു മാസം കഴിയുമ്പോൾ ഇത് ഓർമ്മ പോലും കാണത്തില്ല. അപ്പോൾ കിട്ടാതിരിക്കാനുള്ള സാധ്യതയും എവിടെ കൂടുതലാണ്? ഒരു മാസം കഴിഞ്ഞ് തരാമെന്ന് പറയുന്നതിൻ്റെ കൂടുതലാണ്. ഒറ്റ വാക്കി പറഞ്ഞാൽ എന്തൊക്കെയോ റിസ്ക്കുകളുണ്ട് അല്ലേ? ടൈം കടന്നു പോകുന്നതുകൊണ്ട് എന്തൊക്കെയോ റിസ്ക്കുകൾ നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതേ 100 നിങ്ങൾ തിരിച്ചു തരികയാണെങ്കിൽ നാളെ തന്നെ തരുമെന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ ഞാൻ നിങ്ങളുടെ നിന്ന് 100 രൂപ വാങ്ങിച്ചു, 2 ഓപ്ഷൻ വീണ്ടും തരികയാണ്. ഒന്ന്, നാളെ തന്നെ തരാം 100 രൂപ, ഇല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് അതിനെ 120 രൂപയാക്കി ഞാൻ തിരിച്ചു തരാം. അവിടെ നമ്മളൊന്ന് നിന്ന് ആലോചിക്കുക അല്ലേ. 120 രൂപ അധികം കിട്ടുന്നുണ്ടെങ്കിൽ നല്ല കാര്യമല്ലേ? ഇതേ കാര്യമാണ് എന്തും പറയുന്നത്, ടൈം വാല്യൂ ഓഫ് മണിയും പറയുന്നത്. നിങ്ങൾ ഒരു പണം, ഓക്കെ, അത് ഒരു ടൈം ഗ്യാപ്പിന് ശേഷം, അതായത് സമയം കടന്നു പോയി കഴിയുമ്പോൾ ഈ 100 രൂപയ്ക്ക് ഇക്വലൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ എന്തെങ്കിലും കൂടെ ആഡ് ചെയ്തേ പറ്റൂ. കാര്യം ആ രൂപയുടെ മൂല്യം എന്താണ്? സമയം കടന്നു പോകുമ്പോൾ കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതിന് ഇക്വലൻ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ എടുക്കുന്ന റിസ്ക് ഉണ്ടല്ലോ, ആ റിസ്കിനുള്ള റിവാർഡും കൂടെ നിങ്ങൾക്ക് അവിടെ കിട്ടിയിട്ടുണ്ടാവണം. അതാണ് ടൈം വാല്യൂ ഓഫ് മണി. വിത്ത് ദ പാസേജ് ഓഫ് ടൈം ദ വാല്യൂ ഓഫ് മണി ഡിക്രീസസ്. അപ്പോൾ ഇപ്പം ഒരു മാസം കഴിഞ്ഞ് തരാൻ പറഞ്ഞപ്പോൾ 120 രൂപ, അത് നിങ്ങൾ ഒരു വർഷം കഴിഞ്ഞ് തരാമെന്ന് പറഞ്ഞാലോ ഒരു 150 രൂപ കിട്ടണമെന്ന് നിങ്ങളവിടെ ഒരു പക്ഷേ വാദിച്ചെന്നിരിക്കും. അത് പിന്നെ സമയം, കാത്തിരിപ്പും ഈ പറഞ്ഞ റിസ്ക്കും കാര്യങ്ങളെല്ലാം വീണ്ടും കൂടുകയാണ്. മനസ്സിലായില്ലേ? അതിനാണ് ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത്. തൽക്കാലം ഇത്രയും മനസ്സിലുണ്ടായിരിക്കട്ടെ. വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ തൊണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ പറയുന്നത് റിസ്ക് ആൻഡ് റിട്ടേൺ. ജീവിതത്തിൽ എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഓൾവേസ്, ഇൻ എവറിത്തിങ് ഇൻ മൈ ലൈഫ്, റിസ്ക് തെളിയടോ. റിസ്ക് ഈസ് ഈക്വൽ ടു റിട്ടേൺ. നിങ്ങൾ ജീവിതത്തിൽ കൂടുതൽ റിസ്ക് എടുത്താൽ നിങ്ങൾ കൂടുതൽ റിട്ടേൺ നേടും. ഒട്ടും റിസ്ക് എടുക്കാതെ റിട്ടേൺ കൂട്ടാൻ നോക്കുന്നവനൊക്കെയാണ് അപതാളത്തിൽ പെട്ടുപോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് റിസ്ക്കും റിട്ടേണും തമ്മിലുള്ള. റിസ്കിനെ തന്നെ നമുക്ക് പലതായിട്ട് തിരിക്കാം, റിട്ടേണിനെ വേണമെങ്കിൽ തിരിക്കാം. അങ്ങനെ പല കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. ഓക്കെ, ഫിനാൻസിൻ്റെ അകത്ത് പറയുന്നതാണ്, നമ്മൾ എടുക്കുന്ന റിസ്കിന് ഇക്വലൻ്റ് ആയിട്ടുള്ള റിവാർഡേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഹൈ റിസ്ക് എടുത്താലേ ഹൈ പ്രോഫിറ്റ് കിട്ടൂ. അപ്പോൾ ഒരു മോഡറേറ്റ് ആയിട്ടുള്ളൊരു റിട്ടേൺ കിട്ടാൻ നമ്മളൊരു മോഡറേറ്റ് ആയിട്ടുള്ള റിസ്ക് എന്തായാലും എടുത്തേ പറ്റൂ. യൂണിറ്റ് 3 റിസ്കിൻ്റെ റിട്ടേണിനെ കുറിച്ച് പറയുന്നുണ്ട്. ആൽഫ ബീറ്റ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്, നോക്കാം. യൂണിറ്റ് 4 പറയുന്നത് വാല്യുവേഷൻ ഓഫ് സെക്യൂരിറ്റീസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഷെയർ മാർക്കറ്റിലെ സ്റ്റോക്കുകളുണ്ടല്ലോ. ഓക്കെ, സ്റ്റോക്ക് മാത്രമല്ല വേറെ പല സാധനങ്ങളും ഉണ്ട്, എന്നാലും നമുക്ക് സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന സാധനമായിട്ട് പറയാണ്. സ്റ്റോക്കുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വില നിശ്ചയിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അറിയേണ്ടത്, മാർക്കറ്റിൽ ഇതിനൊരു വില കാണും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടാറ്റ സ്റ്റീൽസിൻ്റെ ഷെയറിന് മാർക്കറ്റിൽ ഇന്നൊരു വിലയുണ്ട്. ഇപ്പോൾ 100 രൂപയാണ് ഇന്നത്തെ വില എന്ന് വിചാരിക്കുക. 100 രൂപ വില കൊടുത്ത് വാങ്ങിക്കാനുള്ള മൂല്യം ഇതിനുണ്ടോ
എന്ന് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ സ്വർണം ഒരു കടയിൽ ചെന്ന് നോക്കിയപ്പോൾ ഒരു പവൻ സ്വർണ്ണത്തിന് അവർ പറയാണ് 75,000 ഒരു പവൻ സ്വർണ്ണത്തിന്. ഇതറിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇന്നത്തെ മാർക്കറ്റ് വരെ നോക്കുമ്പോൾ 70,000 ഉള്ളൂ, പിന്നെ ഞാൻ എന്തിനാ 75,000 കൊടുക്കുന്നേ എന്ന് നമ്മൾ ചോദിക്കാറില്ലേ? അതേപോലെ ഈ സ്റ്റോക്കിൻ്റെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ സ്റ്റോക്കുകൾക്ക് ഈ പറഞ്ഞ പോലെ മാർക്കറ്റിൽ ഇപ്പോൾ 100 രൂപ വില ഉണ്ട്, സത്യമാണ്. പക്ഷേ ഈ 100 രൂപ കൊടുത്ത് വാങ്ങാനുള്ള മൂല്യം ആ കമ്പനിക്കുണ്ടോ, അല്ലെങ്കിൽ കമ്പനിയുടെ ഒരു ഫിനാൻഷ്യൽ പെർഫോമൻസിനുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുന്ന ഒരു പരിപാടിയാണ് വാല്യുവേഷൻ ഓഫ് സെക്യൂരിറ്റീസ്. അപ്പോൾ ഒറ്റ വാക്കി പറഞ്ഞാൽ മാർക്കറ്റിലൊരു വിലയുണ്ട്, ഇത് ഓവർ പ്രൈസ്ഡാണോ അണ്ടർ പ്രൈസ്ഡാണോ നോക്കുകയാണ്. യഥാർത്ഥത്തിൽ വരേണ്ട മൂല്യത്തേക്കാൾ കൂടി നിൽക്കുകയാണോ കുറഞ്ഞ് നിൽക്കുകയാണോ എന്നൊന്നും നമ്മൾ നോക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് വാല്യുവേഷൻ ഓഫ് സെക്യൂരിറ്റീസ്. അത് അത്യാവശ്യം നല്ലൊരു കണക്കുണ്ട്, അതിൻ്റെ അകത്ത് നോക്കാൻ പറ്റുന്ന പോലെ നമുക്ക് പഠിച്ചെടുക്കാമെന്നുള്ളൂ. നമ്മൾ അസൈൻമെൻ്റ് അകത്തൊക്കെ എഴുതിയ സാധനമാണ് അല്ലേ. ഓട്ടെ, രണ്ടാമത്തെ ബ്ലോക്കിലേക്ക് നീങ്ങാണ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട 3 ഡിസിഷൻസ് നമ്മൾ എവിടെ എടുക്കും? ഫിനാൻസിൻ്റെ അകത്ത് എടുക്കും. ഒന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, മറ്റത് ഫിനാൻസിങ് ഡിസിഷൻ, അടുത്തതാണ് ഡിവിഡൻഡ് ഡിസിഷൻ. ഇത് തിരിഞ്ഞ ഓർഡറിലാണ് വന്നേക്കുന്നത്. ആദ്യം വരേണ്ടത് ഫിനാൻസിങ് ഡിസിഷനാണ്. എവിടെ നിന്ന് നമ്മൾ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഒരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി പണം കണ്ടെത്തും, അതിനാണ് ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പണം കണ്ടെത്തി, എങ്ങനെയൊക്കെയോ പണം കണ്ടെത്തിയ പണത്തിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുമെന്ന് നിശ്ചയിക്കുന്നതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഇനി ഉപയോഗിച്ചു, നമ്മളെ ബിസിനസ്സിന് എന്ത് കിട്ടി? പ്രോഫിറ്റ് കിട്ടി. പ്രോഫിറ്റിനെ എന്ത് ചെയ്യണം? നമ്മുടെ ഓണേഴ്സിന്, ഇൻവെസ്റ്റേഴ്സിന് വീതിച്ച് കൊടുക്കണമോ വേണ്ടയോ തുടങ്ങിയ ആ പ്രോഫിറ്റിൻ്റെ മേൽ എന്ത് ചെയ്യണമെന്നുള്ള ഒരു തീരുമാനം എടുക്കുന്നതാണ് ഡിവിഡൻഡ് ഡിസിഷൻ. അപ്പോൾ ഈ 3 നമ്മുടെ ഫിനാൻസിൻ്റെ അകത്ത്, ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് അകത്ത് ഒരു ബിസിനസ്സിൽ നമ്മളെടുക്കുന്ന പ്രധാനപ്പെട്ട 3 ഡിസിഷൻസ്. അതിലൊന്നാണ് നമ്മളിപ്പോൾ നോക്കുന്നത് ബ്ലോക്ക് 2-ലെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്, ഞാൻ സിമ്പിളായ ഭാഷയിൽ, ഞാൻ ആ ഒരു തിയറിറ്റിക്കൽ അപ്രോച്ചിലല്ല പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വെറുതെ പറഞ്ഞു പോവാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന റിട്ടേൺ, അതിനെയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതായത് ഞാനൊരു ബിസിനസ്സിൻ്റെ ക്യാപിറ്റലിലേക്ക് എന്ത് നടത്തിയാണ്? ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണ്. അപ്പോൾ എനിക്ക് തിരിച്ചൊരു റിട്ടേൺ ഞാൻ പ്രതീക്ഷിക്കുമല്ലോ. അങ്ങനെ ഞാൻ പ്രതീക്ഷിക്കുന്ന റിട്ടേണാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ആക്ച്വൽ റിട്ടേണും കൂടെ കമ്പയർ ചെയ്ത് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരിടത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണോ വേണ്ടയോ നോക്കുന്നത്. ഞാൻ ഒരിടത്ത് നിന്ന് 10% റിട്ടേൺ പ്രതീക്ഷിക്കുന്നു, അവരെനിക്ക് 8% തരുന്നുള്ളൂ. ഞാൻ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ? ഓക്കെ, അപ്പോൾ അതാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണെന്ന് മനസ്സിലായെങ്കിൽ അത് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ ചെയ്യുന്നത്. അതായത് എൻ്റെ മുമ്പിൽ എന്തുണ്ട്? 3 ഇടത്ത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. ഞാൻ പ്രതീക്ഷിക്കുന്ന കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 10%. ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ എനിക്ക് 8% തരുന്നുള്ളൂ, രണ്ടാമത്തത് എനിക്ക് 12% തരുന്നുണ്ട്, മൂന്നാമത്തെ എനിക്ക് 7% തരുന്നുണ്ട്. അപ്പോൾ എനിക്ക് കണ്ണും പൂട്ടി എന്ത് ചെയ്യാം? ഇവർ രണ്ടുപേരെയും ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ട് ഞാനിവിടെ ഇൻവെസ്റ്റ് ചെയ്യാം. മനസ്സിലായല്ലേ? അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. ആ കട്ട് ഓഫ് റേറ്റിനെയാണ് നമ്മൾ പറയുന്നത്. ഏത് റേറ്റിന് മുകളിൽ വന്നാലാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനെ അംഗീകരിക്കുന്നത്, സ്വീകരിക്കുന്നത്, അതിനാണ് എന്തെന്ന് വിളിക്കുന്നത്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റുകൾ തിരഞ്ഞെടുക്കുന്ന പല മെത്തേഡുകളുണ്ട്. ആ മെത്തേഡുകളെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ മെത്തേഡ്. കണക്കാണ്, പക്ഷേ നല്ല രസമാണ് ആ ഏരിയയൊക്കെ. മൂന്നാമത്തത് മാനേജ്മെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിന് ദൈനംദിന ആവശ്യത്തിന് വേണ്ടി ബിസിനസ് കയ്യിൽ വച്ചിരിക്കുന്ന കുറച്ച് പണം കാണുമല്ലോ, അതിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഈ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ മാനേജ്മെൻറ്റ്, എപ്പോഴും ക്യാഷിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ പറയുന്ന പോലെ അധികമാവാനും പാടില്ല, കുറഞ്ഞു പോകാനും പാടില്ല എന്നുള്ള സാധനമാണ്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ്. നമ്മൾ ബിസിനസ്സിന് പെട്ടെന്ന് ഒരു ആവശ്യം വന്നാൽ, അല്ലെങ്കിൽ നമ്മൾ ബിസിനസ്സിന് ദൈനംദിനം റോൾ ചെയ്ത് പോകാൻ വേണ്ടി കൈ വെച്ചിരിക്കുന്ന പൈസ അത് അധികമാവാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്തറിയണം? എത്ര രൂപ നമുക്ക് ആവശ്യം വരുമെന്ന് അറിയണം, അതിനെന്തൊക്കെ സോഴ്സ് ഉണ്ടെന്ന് അറിയണം. അങ്ങനെ പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തുന്നതാണ് മാനേജ്മെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. അതാണ് നമ്മുടെ ബ്ലോക്ക് 2 എന്ന് പറയുന്നത്. ബ്ലോക്ക് 3യിലേക്ക് വരികയാണെങ്കിൽ ഫിനാൻസിങ് ഡിസിഷൻ. എവിടെ നിന്നൊക്കെ പണം കണ്ടെത്താം? ഓക്കെ, പണം കണ്ടെത്താൻ ഏറ്റവും വലിയൊരു ഉപകരണമാണ്, അല്ലെങ്കിൽ ഒരു മീൻസാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ മാർക്കറ്റ് അറിയാമല്ലോ, അതായത് ചന്ത പോലത്തെ സാധനമല്ലെങ്കിൽ പോലും പൈസ ഒരുപാട് കയ്യിലുണ്ട്, ഞാൻ എന്ത് ചെയ്യട്ടെ, എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരും, ആരെങ്കിലും പൈസ തന്നാൽ നമുക്ക് ഉപകാരപ്പെടും, നമുക്ക് ബിസിനസ്സിന് ഉപകാരപ്പെടും എന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരും മീറ്റ് ചെയ്യുന്ന ഇടമാണ് എന്തെന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ മാർക്കറ്റ്. അപ്പോൾ ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും, ലോൺ പോലെയുള്ള കാര്യങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടാൻ പ്രതീക്ഷ നടക്കുന്ന ബിസിനസ്സുകാരും മീറ്റ് ചെയ്യുന്ന ഒരു വിർച്വൽ ഏരിയയാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത്.
അതിന് പിന്നിൽ ഒരുപാട് കഥകളുണ്ട്. സെബി പോലുള്ള റെഗുലേറ്ററി ബോഡീസ് ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. രണ്ടാമത് പറയുന്നു സോഴ്സ് ഓഫ് ഫിനാൻസ്. ഫിനാൻസ് എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും വലിയ കാര്യം സോഴ്സാണ്. ഏതൊക്കെ സോഴ്സിൽ കൂടെ ഫണ്ട് കണ്ടെത്താം, പിന്നെ ബാങ്കിൽ പോകണോ, ഇല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പൈസ കണ്ടെത്തണോ, ഇല്ലെങ്കിൽ നമ്മളെ ഫാമിലി തന്നെ ചോദിച്ചാൽ മതിയോ, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻസ്ട്രുമെൻ്റ് ഇറക്കണം, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ അധികം ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാത്തവരാണെങ്കിൽ നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത പല ഓപ്ഷൻസ് ഉണ്ട്. അതിനെ പറ്റിയൊക്കെയാണ് സോഴ്സസ് ഓഫ് ഫിനാൻസ് എന്ന് വെച്ചാൽ ബിസിനസ്സുകാർ പണം കണ്ടെത്തുന്ന പല വിദ്യകൾ. ഓക്കെ, അടുത്തതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ സോഴ്സ് ഓഫ് ഫിനാൻസിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ചോദിക്കേണ്ട ഒരു വലിയൊരു ചോദ്യം തന്നെയാണ്. നമ്മൾ വാട്ട് ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡു വി പ്രിഫർ എന്നുള്ളത്. അതായത് നമുക്ക് എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് വാങ്ങാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ലോണ് കടമായിട്ട് കൊടുക്കാം. അപ്പോൾ 8 രീതിയിൽ പറഞ്ഞാൽ ഓണേഴ്സ് ഫണ്ടും വരും, ഡെപ്റ്റ് ഫണ്ടും വരും. അപ്പോൾ ഒരാൾ നമ്മളെ ഞാനൊരു കമ്പനി നടത്താൻ വിചാരിച്ചോ, ഇതിലേക്ക് ഒരാൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ കമ്പനിയുടെ ആരാണ്, ഉടമസ്ഥരിൽ ഒരാളായി അയാൾ മാറും അല്ലേ. നിങ്ങളൊരു കമ്പനിയുടെ ഷെയർ വാങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നിങ്ങൾ ആ കമ്പനിയുടെ ഉടമസ്ഥരിൽ ഒരാളായി മാറുകയാണ് അല്ലേ. എന്നാൽ ഞാൻ കടമാണ് വാങ്ങുന്നതെങ്കിലോ, ഒരു കടം തന്ന ആളും കടം വാങ്ങിച്ച ആളും തമ്മിലുള്ള ബന്ധം മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ ഇത്രയും വലിയ സർക്കിൾ, ഇതെൻ്റെ ബിസിനസ്സിൻ്റെ ക്യാപിറ്റലാണെങ്കിൽ ഇതിൻ്റെ എത്ര ഭാഗം ഞാൻ കടം വാങ്ങിച്ചതായിരിക്കണം, എത്ര ഭാഗം ഞാൻ പിന്നെ സ്വന്തം പൈസ കൊണ്ട് അല്ലെങ്കിൽ ഓണേഴ്സിൻ്റെ ഫണ്ട് കൊണ്ട് കളിക്കണം എന്നുള്ളതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഡിസിഷനാണ് ദ ഡിസിഷൻ ഓഫ് ഡിവിഷൻ ബിറ്റ്വീൻ ഓണേഴ്സ് ഫണ്ട് ആൻഡ് ഡെപ്റ്റേഴ്സ് ഫണ്ട് ഇൻ ദ ടോട്ടൽ ക്യാപിറ്റൽ. ടോട്ടൽ ക്യാപിറ്റൽ എത്ര എൻ്റെ ഓണേഴ്സ് ഫണ്ടായിരിക്കണം, എത്ര എൻ്റെ സ്വന്തം ഫണ്ടായിരിക്കണം എന്നുള്ളൊരു തീരുമാനം എടുക്കുന്ന ഞാൻ എന്തെന്ന് പറയുന്നത്, ക്യാപിറ്റലിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ലിവറേജ് അനാലിസിസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ മനസ്സിലാകുമ്പോഴേ അതൊന്ന് വ്യക്തത കിട്ടത്തുള്ളൂ. ആ ഒരു ഗിയറിംഗ് പ്രോസസ്സുണ്ട്. അതായത് ഡെപ്റ്റിനെ കൂടുതൽ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഒരു തിയറിയാണ്, നമ്മൾ കൂടുതൽ കടം വാങ്ങിച്ച ഫണ്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓണേഴ്സിന് കൂടുതൽ ഗുണകരമാവും അല്ലേ. അല്ലെങ്കിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വേറെ കാര്യം, ഓണേഴ്സിന് ഗുണകരമാവും. അങ്ങനെയാണ്, അതിനൊരു പ്രത്യേകത ഉണ്ട്. കണക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് നമ്മൾ കൂടുതൽ കടം വാങ്ങിച്ച് നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ അകത്ത് കൂടുതൽ കടം വാങ്ങിച്ച പൈസയാണെന്നുണ്ടെങ്കിൽ എന്ത് കൂടുമെന്നറിയാവോ, ഇവർക്ക് കിട്ടുന്ന റിട്ടേൺ കൂടിക്കൊണ്ടിരിക്കും, ഓണേഴ്സിന് കിട്ടുന്ന റിട്ടേൺ കൂടിക്കൊണ്ടിരിക്കും. അതെങ്ങനെയെന്നുള്ളതാണ് ലിവറേജ് അനാലിസിസിൻ്റെ അകത്തുള്ളത്. ഉണ്ട്, ഒരുപാട് ലിവറേജ് പഠിക്കാനുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. അതാണ് ബ്ലോക്ക് 3. ബ്ലോക്ക് 4 പറയുന്നത് ഡിവിഡൻഡ് ഡിസിഷൻ എന്താണ്, ഡിവിഡൻഡ് ഡിസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ പലയിടത്തിൽ നിന്ന് ഫിനാൻസിങ് ഡിസിഷനിലൂടെ പലയിടത്തിൽ നിന്ന് ഫണ്ട് കണ്ടെത്തി, ആ ഫണ്ടിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനിലൂടെ കണ്ടെത്തി. ഇനി നമ്മൾ ബിസിനസ്സും പ്രോഫിറ്റ് ഉണ്ടാക്കി. ഇവിടെയാണ് നമ്മൾ ഡിവിഡൻഡ് ഡിസിഷൻ എടുക്കുന്നത്. പ്രോഫിറ്റ് ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണമെന്നില്ല, എല്ലാവർക്കും വീഴ്ച കൊടുക്കണമെന്നുണ്ടോ, ഒരു നിർബന്ധമില്ല. ബോർഡിന് വേണ്ടാന്ന് തീരുമാനിച്ചാൽ വേണ്ടാന്ന് തന്നെ. അപ്പോൾ കിട്ടിയ പ്രോഫിറ്റിനെ, ഒരു വർഷം ഒരു ബിസിനസ്സിന് കിട്ടിയ പ്രോഫിറ്റിനെ നമുക്ക് 2 ആയിട്ട് തിരിക്കാം. ഒന്ന് ഈ പറഞ്ഞ പോലെ ഡിവിഡൻഡായി പോയുന്നതും, മറ്റത് റീറ്റെയിൻഡ് ഫണ്ടെന്നും പറയും അല്ലെ, റീറ്റെയിൻഡ് ഏണിങ്സ് എന്നൊക്കെ പറയും. നമുക്ക് കിട്ടിയ വരുമാനത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് പൈസ മാറ്റി വയ്ക്കുന്നു. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എത്ര കടം വാങ്ങണം, എത്ര സ്വന്തം ഫണ്ട് വേണം എന്ന് ചോദിച്ച പോലെ ഇവിടെ നമ്മൾ പറയാൻ പോകുന്ന ഉത്തരം എന്താണെന്നറിയോ, നമുക്ക് ഇത്രയും നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് എങ്കിൽ എത്ര ശതമാനം നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, എത്ര നമ്മൾ റീറ്റെയിൻ ചെയ്യണം, അതിൽ എന്ത് റേഷ്യോ വേണമെങ്കിലും വരാം. ചിലപ്പോൾ 100% റീറ്റെയിൻ ചെയ്ത് ഒരു തുള്ളി പോലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടെന്ന് കമ്പനിക്ക് തീരുമാനിക്കണം. അല്ലെങ്കിൽ 100% ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ഒന്നും റീറ്റെയിൻ ചെയ്യേണ്ടെന്ന് കമ്പനിക്ക് തീരുമാനിക്കണം. സാഹചര്യം പോലെ കമ്പനി എന്ത് ചെയ്യും, തീരുമാനങ്ങളെടുക്കും. അപ്പോൾ അതിന് ആ തീരുമാനം എടുക്കാൻ സഹായിക്കുന്ന പോളിസീസ് എന്തൊക്കെയാണ്, തിയറീസ് എന്തൊക്കെയാണെന്നാണ് ബ്ലോക്ക് 4 പറയുന്നത്. ബ്ലോക്ക് 5 എമേർജിങ് ഇഷ്യൂസ് ഇൻ ഫിനാൻസ്. ബിഹേവിയറൽ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ സൈക്കോളജിയും ഫിനാൻസും തമ്മിലുള്ള ബന്ധത്തെയാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ എല്ലാവരും പലരും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ത് കണ്ടിട്ടാണ്, എന്തെങ്കിലും അനാലിസിസ് നമ്മൾ ചെയ്യുന്നുള്ളവരുണ്ടാവും, ഇല്ലെന്നല്ല. 90% ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ഒരു ഇതിൻ്റെ പിന്നിൽ പോകുന്നതായിരിക്കും. ചിലർ നല്ല ഇൻവെസ്റ്റേഴ്സ് ഇതിലിടുന്നു, അല്ലെങ്കിൽ ഒരു സാധനത്തിൻ്റെ ഡിമാൻഡ് കൂടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കയറിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അതൊക്കെ നമ്മുടെ തോന്നലുകളെ പിന്തുടർന്ന് പോയി നമ്മൾ പല തെറ്റായ തീരുമാനങ്ങളിൽ എത്താറുണ്ട്. അതിനെക്കുറിച്ച് പറയുന്ന ഞാൻ ബിഹേവിയറൽ ഫിനാൻസ് എന്ന് പറയുന്ന ഫിനാൻഷ്യൽ റീസ്ട്രക്ചറിങ് കൊണ്ട് അവരെന്താണ് ഉദ്ദേശിച്ചത് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കാനുള്ള, ഫിനാൻസിനകത്ത് പഠിക്കാനുള്ള അത്യാവശ്യം ആയിട്ടുള്ള സാധനങ്ങളാണ്. അത് ഞാൻ പറയുന്നു, എന്നാൽ പാട് തന്നെയാണ്, ഒരു സംശയമില്ല. നമുക്ക് മിനിമം നോക്കാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഏറ്റവും മിനിമമായിട്ടുള്ള കാര്യം എല്ലാവർക്കും അറിയാമെന്ന് ഉറപ്പാക്കാം. അതാണ് എൻ്റെ ലക്ഷ്യം. അല്ലാതെ എല്ലാവരും മറ്റേ ഫിനാൻഷ്യൻ്റെ തലവന്മാരാക്കാനൊന്നും ഞാൻ ഇതുകൊണ്ട് ശ്രമിക്കത്തില്ല.
എന്തെങ്കിലും ഇതൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തന്നാൽ ഉറപ്പായിട്ടും പറയണേ എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാൻ, ഞാൻ ഉറപ്പായിട്ടും അത് കൺസിഡർ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായം എന്തുകൊണ്ടെങ്കിലും പറയാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ.